നമ്മൾ തത്സമയം റിപ്പോർട്ടറിൽ ഒരു പാട്ട് വിശേഷമാണ് പറയാൻ പോകുന്നത്. തമിഴ്നാട് സർക്കാരിൻ്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച ഒരാൾ കൊല്ലത്തുണ്ട്. പഠനത്തിനൊപ്പം സംഗീതത്തോടുള്ള സ്നേഹവും ഒരുപോലെ കൊണ്ട് നടക്കുന്ന വർഷ രഞ്ജിത്ത്. വർഷ രഞ്ജിത്തിനെ കുറിച്ച് പറയുമ്പോൾ വർഷയുടെ വല്യച്ഛൻ മലയാളികൾക്ക് ഏറെ സുപരിചിതനായ മ്യൂസിക് ഡയറക്ടർ ശരത്താണ്. ശരത് സാറിൻ്റെ സഹോദരൻ്റെ മകളാണ്. വർഷയുടെ പാട്ട് നിറഞ്ഞ ആ വീട്ടിലേക്ക് നമുക്കൊന്ന് പോയി വരാം. കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ 3ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് വർഷ. പാട്ടുകാരി സ്വന്തം പാട്ടാണ് പാടുന്നത്. ഇന്ന് ഈ പാട്ട് പാടുമ്പോൾ മധുരമായ ആലാപനത്തിൽ അഭിമാനത്തിന്റെ ഭാവം തെളിഞ്ഞു നിൽപ്പുണ്ട്. മൂന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിയായ പാട്ടുകാരിയെ തേടിയെത്തിയത് അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ബഹുമതിയാണ്. ഇത് വർഷ രഞ്ജിത്ത്. 2020 തമിഴ്നാട്ടിലെ മികച്ച ചലച്ചിത്ര പിന്നണി ഗായിക. തായ് നിലം എന്ന തമിഴ് ചിത്രത്തിലെ ഈ ഗാനത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. 4 വയസ്സ് മുതൽ വർഷയുടെ യാത്ര സംഗീതത്തിലൂടെയാണ്. തമിഴ്നാട് സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാര നേട്ടമെത്തിയപ്പോൾ ആദ്യം എത്തിയത് പിതാവിന്റെ സഹോദരനും പ്രശസ്ത സംഗീത സംവിധായകനുമായ ശരത്തിന്റെ ആശംസയാണ്. എനിക്ക് പണ്ട് തൊട്ടേ വല്യച്ഛനെ അറിയാവുന്നുണ്ട്. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മളത് ആ ഫണ്ടിലേ നമ്മൾ എടുക്കത്തുള്ളൂ. വല്യച്ഛ ആദ്യമേ വിളിച്ച് ഞാൻ ഉറങ്ങുമായിരുന്നു. മക്കളെ, ഞാൻ പറഞ്ഞു ആ വല്യച്ഛ നീ കിടന്ന് ഉറങ്ങുവാണോ? ഞാൻ പറഞ്ഞു ആ. നിനക്കാരടി അവാർഡൊക്കെ തന്നത്? ഇതായിരുന്നു ചോദ്യം. ഇത് കേട്ടപ്പോൾ എൻ്റെ ഉറക്കം അങ്ങ് പോയി. വല്യച്ഛൻ്റെ രീതി അങ്ങനെ. അതായിരുന്നു പ്രതികരണം. സന്തോഷമുണ്ട് വല്യച്ഛന് കിട്ടിയതിൽ. പിന്നെ സംസാരിച്ച മക്കളെ കൺഗ്രാജുലേഷൻസ്, ഇനി വലിയ ഉയരങ്ങളിലൊക്കെ എത്തട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ചിത്ര ആൻറ്റി വിളിച്ചായിരുന്നു, സുജാത ആൻറ്റി, സുദീപ് അങ്കിള്, എം ജെ ചന്ദ്രൻ സാറ്, വൈക്കം വിജയലക്ഷ്മി ചേച്ചി, കുറേ പേര് അഭിനന്ദിച്ചായിരുന്നു. വളരെ സന്തോഷം. ഇതുവരെ 70-ലധികം പാട്ടുകളാണ് വർഷയുടെ ശബ്ദത്തിൽ രൂപമെടുത്തത്. മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന പല മലയാളം പാട്ടുകൾക്ക് പിന്നിലെ ശബ്ദവും വർഷയുടേതാണ്. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായ ആഡംബരങ്ങളും ഒന്നായി കൂട്ടിക്കെട്ടി കൊണ്ടാടുന്ന ആനന്ദാമൃത കല്യാണം. അവസരം സാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഇതായിട്ട് പറഞ്ഞായിരുന്നു, എടി നിനക്ക് ഇതിൻ്റെ ഒരു അവാർഡിൻ്റെ സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പം നമ്മളത് കാര്യമായിട്ടല്ലായിരുന്നു. ഞാൻ അതെൻ്റെ 13 വയസ്സങ്ങണ്ടായിരുന്നു ഞാൻ അന്നേരം. അപ്പം ഞാൻ ഇങ്ങനെ അങ്ങ് വിട്ടു. പക്ഷേ നമുക്കത് എൻ്റെ 20ാമത്തെ വയസ്സിൽ എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര എമോഷണലാണ്. വർഷയുടെ കലായാത്രയ്ക്ക് നിരന്തരം പശ്ചാത്തല സംഗീതം ഒരുക്കുന്നത് മാതാപിതാക്കളും സഹോദരനുമാണ്. അത് മോൾ അത്രയും കഷ്ടപ്പെട്ട് അവള് ഭയങ്കര ഫീലോടെ പാടിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു ഇതിനൊരു അവാർഡ് എങ്ങനെയായാലും കിട്ടണം. ഔസേപ്പൻ അണ്ണാച്ചി പോലും എന്നെ വിളിച്ചു ഇതുപോലെ പറഞ്ഞു, അവൾ അസാധ്യമായിട്ടാണ് ആ പാടിയേക്കുന്നത്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമാണ്. പക്ഷെ അതൊക്കെ ഒരു അവാർഡിനെക്കാട്ടി തുല്യമാണെന്ന് തോന്നുന്നു. അതിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മുടെ അടുത്ത് അങ്ങനെ പറയുമ്പോഴേ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുമ്പം നമുക്ക് വന്നു ചേരുന്ന ഒരു സന്തോഷം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇരട്ടി മധുരം എന്ന് തന്നെ പറയാൻ പറ്റും. ചെറുതിലെ പാടുമായിരുന്നു. അപ്പൊ എനിക്ക് വോക്കൽ കോഡിൽ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളും അതിന് ശേഷം പിന്നെ പാടാൻ പറ്റുന്ന സംഭവത്തില്ല. പിന്നെ ഈ റിതം ഇൻസ്ട്രുമെന്റ്സും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഞാൻ വായിക്കും. പാട്ടിന്റെ വരികൾക്കിടയിൽ മനോഹരമായൊരു ചിന്തയും പാട്ടുകാരിക്ക് സ്വന്തമായുണ്ട്. ഞാൻ മത്സരിക്കുന്ന ഞാനായിട്ടാണ്. നമുക്ക് പണ്ട് തൊട്ടേ ഒരു മത്സരം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് നമുക്ക് പറഞ്ഞിരുന്ന രീതി വെച്ചാൽ ഇന്നൊരാളെ പാടി തോപ്പിക്കണം എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷെ ഇപ്പോഴത്തെ റിയാലിറ്റി ഷോസ് അങ്ങനെ അല്ല. നമ്മളവിടെ ചെന്നിട്ട് എന്താ പറയുക, കംപ്ലീറ്റ് ചെയ്യുമല്ല, നമ്മൾ എക്സ്പ്രസ് ചെയ്യുവാണ്. ആ ഒരു കോൺസെപ്റ്റ് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കി വരുന്നത്. ഒരുപക്ഷെ ഞാൻ ഇനി അങ്ങോട്ട് മത്സരിച്ചേക്കാം, പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇതുവരെ എനിക്ക് ആ ഒരു സംഭവം ഇല്ലായിരുന്നു കേട്ടോ പോകണമെന്ന്. പാടാത്തൊരാ തേരൂരിനും നിശലായ പാടാത്തൊരാ തേരൂരിനും
നിഴലായി ഞാൻ. ഈ വീടിന്റെ ഓരോ വാതിലിനപ്പുറവും നിലയ്ക്കാത്ത സംഗീതമാണ്, ആ പശ്ചാത്തല സംഗീതമാണ് മുഴങ്ങി കേൾക്കുന്നത്. എന്തായാലും മനോഹരമായ ഈണവും പാട്ടും അതിനു പിന്നാലെയുള്ള പുരസ്കാരങ്ങളുടെ ഒരു വർഷകാലമാകും ഇനി ഇവിടെ കാത്തിരിക്കുന്നത്. ഷാനവാസ് ഫരീദിനൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. രാഹുൽ ജി നാഥ് തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുലെ, ഈ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ രാഹുലിന് വ്യക്തിപരമായി ഒരുപാട് സന്തോഷം ഉണ്ടായിരിക്കുമെന്നത് അറിയാം. കാരണം ഒരു പാട്ടുകാരനാണ്, പാട്ടിനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു പാട്ട് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ രാഹുൽ എന്തായാലും ഹാപ്പി ആയിരുന്നു എന്നറിയാം. ഒപ്പം ഇതിൽ ഏറ്റവും വലിയൊരു കൗതുകം 13-ാം വയസ്സിൽ പാടിയ പാട്ടിനാണ് ഇപ്പോൾ സംസ്ഥാന അവാർഡ് തമിഴ്നാട് സർക്കാർ കൊടുത്തിരിക്കുന്നത്. അതെന്താണ് അങ്ങനെ ഒരു ഡിലേ വന്നത്? ഒപ്പം പാട്ട് വീട്ടിലെ വിശേഷങ്ങൾ കൂടി പറയൂ. വലിയ സന്തോഷമാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ. കാരണം ഒരുപാട് അപൂർവതകളുള്ള ഒരു അവാർഡ് എന്ന് തന്നെ പറയാം. കാരണം 13-ാം വയസ്സിൽ പാടിയൊരു പാട്ട്, ആ പാട്ടിനാണ് അവാർഡ് ലഭിക്കുന്നത്. 13 വയസ്സുകാരുടെ പാട്ടിനാണ് അവാർഡ് ലഭിക്കുന്നത്. ഈ അവാർഡ് ഒരുപക്ഷെ തൊട്ടടുത്ത വർഷം പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ഒരു 14 വയസ്സുകാരി അവാർഡ് വാങ്ങിക്കുന്ന തരത്തിലേക്ക് വരുമായിരുന്നു എന്നുള്ളൊരു കൗതുകം ഇതിനകത്തുണ്ടായിരുന്നു. എന്നാലും അത് ആലോചിക്കുമ്പോഴൊരു കൗതുകമായി നിൽക്കുകയാണ്. മറ്റൊന്ന്, ഈ പറഞ്ഞതുപോലെ തമിഴ്നാടിൻ്റെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം കേരളത്തിലേക്ക് വരുന്നു, ആദ്യമായി അല്ലെങ്കിൽ പോലും കേരളത്തിലേക്ക് വരുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എല്ലാത്തിനും ഉപരി ഒരു സ്വകാര്യമായ ഒരു അഭിമാനവുമുണ്ട്. കാരണം നാട്ടുകാരിയാണ്, എൻ്റെ വീടിനടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ സ്വന്തം നാട്ടുകാരി ഇത്തരത്തിലൊരു നേട്ടവുമായി നാട്ടിലേക്ക് വരുന്നു, നാട്ടിനാ നേട്ടം കിട്ടുന്നു എന്ന് പറയുന്നതും കൂടിയുണ്ട്. ഏതായാലും ആ വീട് തന്നെയാണ് അതിനപ്പുറത്തേക്ക് വലിയ കൗതുകമായി തോന്നിയത്. കാരണം ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിൻ്റെ ഓരോ വീടിനും ഓരോ വൈബ് കാണും എന്നാണ് വിശ്വസിക്കുന്നത്. ആ വീടിൻ്റെ വൈബ് താളാത്മകമാണ്, സംഗീതാർദ്രമാണ്. അങ്ങനെ സംഗീതവും താളവും ഒക്കെ ചേരുന്ന ആ വീട്ടിൽ എത്രമാത്രം ഈ സംഗീതം ആ വീട്ടിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ട ഒരു നായയുണ്ട്, അവർ വളർത്തുന്ന നായയാണ്. ആ നായ പോലും ഈ സംഗീതം ആസ്വദിക്കുമെന്നാണ് പറയുന്നത്. അതായത് വലിയ എന്താ പറയുക, വലിയ ചെണ്ടമേളമൊക്കെ കേട്ട് ചെണ്ടമേളത്തിലേക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോഴും വലിയ താളമുള്ള പാട്ടുകൾ കേൾക്കുമ്പോഴും ഒരു അലവസരവും കാട്ടാതെ അവിടെ കിടന്ന പാട്ട് ആസ്വദിക്കുക എന്നാണ് പറയുന്നത്. അത്രമാത്രം ആ വീട്ടിൽ സംഗീതമുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഇത്തരത്തിൽ സംഗീതത്തെ സ്നേഹിക്കുന്ന, ഉത്തരവാദിത്തോടു കൂടി അത് പരിശീലിക്കുന്ന ഒരാൾക്ക് പുരസ്കാരം ലഭിക്കുമെന്ന് പറയുമ്പോൾ ഇത് അവസാനത്തേതാകില്ല, ഇത് ആദ്യത്തേത് മാത്രമാകും, അല്ലെങ്കിൽ ഇതിന് തുടർച്ചയുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പുരസ്കാരങ്ങൾ മുൻപും വർഷയെ തേടി എത്തിയിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങളുടെ വർഷകാലമാകും ഇനി എന്തായാലും അവിടെ കാത്തിരിക്കുന്നത് എന്ന വിശ്വാസം അവിടെ നിന്ന് തിരിച്ചിറങ്ങുമ്പോൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇനിയും വർഷയെ തേടി പോകേണ്ടി വരും. കാരണം പല നേട്ടങ്ങളും അവിടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ഏറ്റവും തീർച്ചയായും. രാഹുൽ പറഞ്ഞതുപോലെ ഇതൊരു തുടക്കം മാത്രമായിരിക്കും അല്ലെ. എന്തായാലും ഇനി അങ്ങോട്ട് ഒരുപാട് അവാർഡുകളൊക്കെ വർഷയെ തേടി എത്തട്ടെ. ഒപ്പം വർഷ പറഞ്ഞു ഒരു പക്ഷേ ഇനി റിയാലിറ്റി ഷോയിലൊക്കെ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ഒക്കെ വർഷയെ നമുക്ക് കാണാൻ സാധിക്കട്ടെ.